ആശുപത്രികളിൽ പൊതുച്ചോറ് കൊടുക്കാൻ അനുവദിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏത് സംഘടനയാണെങ്കിലും ഡിവൈഎഫ്ഐ ആണെങ്കിലും കോമ്പൗണ്ടിന്റെ അകത്ത് കൊടിയും പാർട്ടി പേരും വെച്ച് കൊടുക്കുന്നത് ശരിയല്ല. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, ഡിവൈഎഫ്ഐക്കല്ല. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് ഡിവൈഎഫ്ഐ അവിടെ നിൽക്കട്ടെ. ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് മുരളി കേൾക്കൂ. കെ കരുണാകരന്റെ മകനാണെങ്കിൽ മുരളി ഇതൊന്ന് തടഞ്ഞു കാണിക്കേ. വേറൊന്നുമല്ല, മുരളീധരൻ അതിന് ആയിട്ടുണ്ടോ എന്നറിയാനാണ്. ജി സുധാകരൻ എന്ന CPIM വിരോധി തുടങ്ങി വെച്ച ചർച്ചയാണിത്. അപ്പൊ അതിന്റെ കോമ്പൗണ്ടിലെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ശല്യം വെച്ച് ഒളിക്കേണ്ടിയിരിക്കുക. ഒളിക്കപ്പെടുന്ന കോമ്പൗണ്ടില് അന്നദാനം കൊടുക്കുകയാണ്. ഗവൺമെന്റിൽ നമ്മൾ ചോറ് കൊടുക്കുക, നമ്മൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവിടെ കൊടുക്കുക. ഇതെല്ലാം നീക്കം ചെയ്യുക. ഒരു പാർട്ടിയാണ് കൊടുക്കുക. ആകെ ചെയ്യുന്ന പണിയെന്ന് പറയുന്ന പൊതുച്ചോറാണ്. ആ വിതരണത്തിന് പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ ഏർപ്പാടുകളെ പറ്റി ഈ വേദിയിൽ നിന്നുകൂടി ഞാൻ പറയുന്നില്ല. പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിലെന്താ പ്രശ്നം? അതിൽ പ്രശ്നമുണ്ട്, തെറ്റാണത്. ഇത് കണ്ടോ, പല വീടുകളിൽ നിന്നായി വന്ന പൊതുച്ചോറുകളിൽ ഒന്നിൽ നിന്ന് കണ്ട തുണ്ടുകടലാസാണിത്. ചേട്ടാ, ചേച്ചി, ഉമ്മ, താത്ത, അമ്മ, ഈ പൊതി കിട്ടുന്നവര് ക്ഷമിക്കണേ. അമ്മ വീട്ടിലില്ല, സ്കൂളിൽ പോകാനുള്ള തത്രപ്പാടിൽ ഉണ്ടാക്കിയതാണ്. രുചിയില്ലെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ അസുഖം വേഗം ഭേദമാകട്ടെ. ഷോപ്പുകളിൽ കടയുടമയുടെ ജാതിപ്പേര് എഴുതി വെക്കണം, മതമറിയിക്കണം എന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലടക്കം തീട്ടൂരമിറക്കിയത് അത്തരമൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്കു വേണ്ടി അമ്മമാർ പ്രാർത്ഥനാപൂർവം പൊതിഞ്ഞു കൊടുക്കുന്ന ഈ ചോറുപൊതി BJPയും കോൺഗ്രസും ഉണ്ടാക്കുന്ന മതധ്രുവീകരണത്തിനുള്ള രാഷ്ട്രീയ മറുപടി കൂടിയാണ്. ആ പൊതിച്ചോറ് അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഏതോ മനുഷ്യന് വേണ്ടിയാണ് ഇത് പ്രാർത്ഥനയോട് കൂടി കൊടുക്കുന്നത്. അതുകൊണ്ട് വരുന്നു, പൊതിച്ചോറ് വാങ്ങിക്കഴിക്കുന്നു. ആ വാങ്ങിക്കഴിക്കുന്ന മനുഷ്യർ ഈ പറയുന്ന ഒരു സാമൂഹ്യ ഇടപെടലുണ്ടല്ലോ, ആ സാമൂഹ്യ ഇടപെടൽ കേരളത്തിന്റെ പൊതു സാമൂഹ്യ അവസ്ഥയ്ക്ക് കൊടുക്കുന്ന ഒരു പവറുണ്ടല്ലോ, കരുത്തുണ്ടല്ലോ, അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന രാഷ്ട്രീയമല്ല താൻ പഠിച്ചത് എന്ന് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലൂടെ കെ മുരളീധരൻ സ്വയം എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മദ്യപാനത്തിന്റെ ചികിത്സയ്ക്ക് അച്ഛനെ ആശുപത്രി കിടക്കയിൽ കെട്ടിയിടേണ്ടി വന്നപ്പോ ആ അച്ഛനെ നോക്കേണ്ടി വരുന്ന 8 വയസ്സുകാരി, പണിക്ക് പോകാൻ നിവൃത്തിയില്ലാതെ ഭർത്താവിനെ നോക്കേണ്ടി വരുന്ന നിരാലംബയായ ഭാര്യ, ഏക ആശ്രയമായ മകന് കൂട്ടുനിൽക്കേണ്ടി വരുന്ന അമ്മ, ആരും ആശ്രയമില്ലാത്ത വൃദ്ധർ, ഇവരുടെയൊക്കെ അന്നത്തിൽ മണ്ണുവാരിയിടാനാണ് കെ മുരളീധരനും കോൺഗ്രസും UDFും ഒരുങ്ങുന്നതെങ്കിൽ അതിനൊന്നും വഴങ്ങിക്കൊടുക്കുന്ന പ്രസ്ഥാനമല്ല ഡിവൈഎഫ്ഐ. ഈ ചോറുപൊതി വാങ്ങുന്നവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരല്ല, ഇനി അവർ ചെയ്യുകയുമില്ല. അങ്ങനെ ഒരു വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട. ഈ ചോറുപൊതി വിതരണം അതിനല്ല. പിന്നെന്തിന് ഡിവൈഎഫ്ഐയുടെ കൊടികുത്തുന്നു എന്നാണ് ചോദ്യമെങ്കിൽ, മനുഷ്യന്റെ സമത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ഈ പൊതുച്ചോറ് നിങ്ങളിൽ എത്തിക്കുന്നത് എന്ന് പറയാനാണ്. ജാതിയും മതവും നോക്കാതെയാണ് നമ്മുടെ അമ്മമാർ ഈ പൊതുച്ചോറ് കെട്ടിയത് എന്ന് പറയാനാണ്. മതവും ജാതിയുമില്ലാത്ത സമത്വത്തിന്റെ രാഷ്ട്രീയം പറയാനാണ് ആ വെള്ളക്കൊടിയിലെ ചുവന്ന നക്ഷത്രം അവിടെ തിളങ്ങി നിൽക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ കോൺഗ്രസിനും BJPക്കും ലീഗിനും മനസ്സിലാവുകയുമില്ല.